ഭക്ഷണം ഞമ്മക്ക് തിന്നാൻ പറ്റുന്നത് വേറാക്ക് കൊടുത്താൽ, പറ്റാത്തത് വേറാക്ക് കൊടുത്താൽ മക്കളിൽ ബുദ്ധി വൈകല്യം, അംഗവൈകല്യം, ചിന്താപരമായ വൈകല്യം. എന്താ ചിന്താപരമായ വൈകല്യം എന്ന് പറഞ്ഞാൽ, വാപ്പ മരിച്ചാൽ ഓതാൻ പാടില്ലാന്ന് വാശിയാണ് പിടിക്കും. ഓൻ ഓതുന്നില്ല എന്ന് മാത്രമല്ല, പിന്നെ ഇവിടെ ഓതിയ ഇവിടുന്ന് മയ്യത്തൻ എടുക്കും എന്നൊക്കെ പറയും. എന്താ സംഗതി അറിയങ്ങള്? സംഗതി തന്നെയാണ് ഈ തിന്നാൻ കൊടുത്തോടത്തുള്ള പ്രശ്നമാണത്. തിന്നാൻ കൊടുത്തോടത്തുള്ള പ്രശ്നമാണ്. അറബി എത്തിങ്ങാനയിലാണ് ഓൻ അവിടുന്ന് പോന്നപ്പോത്തിനെ. ഓൻ കുറച്ചാലും ഗൾഫിൽ നിന്ന് പോന്നതാണ്. അപ്പോൾ അതിന് അറബിനെ പിന്നെ എത്തിങ്ങാനെ ചേർക്കാനായി മേശൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ട് വലിച്ചതാണേ. എന്നിട്ട് ഇവിടെ വലിയ ഉണ്ടാക്കലുണ്ടാക്കിക്കണു. കുട്ടികളിൽ ഒന്ന് ബുദ്ധിയില്ലാത്ത ഉണ്ടാവും, അല്ലെങ്കിൽ അംഗവൈകല്യമുള്ള ഉണ്ടാവും. ഞാൻ എല്ലാതും ഇങ്ങനെയെന്ന് പറഞ്ഞില്ല കേട്ടോ, വേറെ ഒരുപാട് കാരണം ഉണ്ടാവും. രോഗത്തിന് ഒരുപാട് കാരണങ്ങളുണ്ടല്ലോ. പക്ഷെ ഇതൊരു കാരണമാണ്, ഇതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. ഒന്ന് ബുദ്ധി വൈകല്യമുള്ളത്, അല്ലെങ്കിൽ അംഗവൈകല്യമുള്ളത്, അല്ലെങ്കിൽ ചിന്താപരമായ വൈകല്യമുള്ളത് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് മുതൽ ബറക്കത്തുള്ള മുതൽ വേണം. ഭാര്യൻ്റെ സ്വത്ത് സമ്മതമില്ലാതെ എടുത്തത്, അത് ഞാൻ സമ്മതത്തോടു കൂടെ തന്നെ എടുത്തത് എന്ന് പറഞ്ഞു. അപ്പം മരിച്ചിട്ടേ മുതൽ ഒരുക്കാണ് ഇങ്ങനെ. അപ്പം അടുക്കളയിൽ നിന്ന് ഉമ്മ വിളിച്ചു പറയാണ്, കുട്ടികളെ ഇമ്മാൻ്റെ ഓരിയുടെ കൂടെ ആ റോഡ് സൈഡിലൊരു 3 സെൻറ്റ് കൂടുതൽ അളന്നിട്ടാളിട്ടോ. വാപ്പ പണ്ട് ഖത്തർക്ക് പോയത് ഇമ്മാൻ്റെ മണിക്കാതില വിറ്റിട്ടായിരുന്നു. ഇതാണിപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടെടുത്തതാന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ കോലാണ്. അതൊക്കെ ഓള് പൊരുത്തപ്പെട്ട് തന്ന തന്നെയാണ്. ആ പൊരുത്തത്തിൻ്റെ കോലാണ് ഇപ്പോൾ ഈ കാണുന്നതേ. ആ പൊരുത്തപ്പെട്ട് തന്നാൽ പിന്നെ എങ്ങനെ അത് പറയാം? ചില സ്ഥലത്ത് വയതിന് എന്നാൽ ആൾക്കാർ പറയും, ഇതാ ഇവിടുന്ന് അങ്ങോട്ടുള്ള മുഴുവൻ സ്ഥലവും പള്ളിക്ക് എൻ്റെ വാപ്പ കൊടുത്തതാണ്. കൊടുത്താൽ പിന്നെ പറയാൻ പറ്റുമോ? അത് കൊടുത്താൽ പിന്നെ ഓൻ്റെത് അല്ലാതായി കഴിഞ്ഞില്ലേ. അവനാൻ്റെ അല്ലാത്തതിനെ പറ്റിയിട്ട് പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടുന്ന് അങ്ങോട്ടുള്ള മുഴുവൻ എൻ്റെ വല്ലിപ്പ കൊടുത്തതാണ്. അത് കൊടുത്തതോടുകൂടെ കഴിഞ്ഞല്ല ആ സംഗതി. പിന്നെ ഒരവകാശവും ഇല്ല. പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ പറയേണ്ട കാര്യം? അങ്ങനെ പറയും മനുഷ്യന്മാർ, ആവശ്യമില്ലാത്ത വർത്താനം തന്നെ. അപ്പോൾ സമ്പത്തിൽ ബറക്കത്ത് പോകുന്ന രീതി എവിടേക്ക് വരുന്നതെന്ന് നമ്മൾ നല്ലോണം നോക്കണം. വീടിലെ ബറക്കത്ത് വളരെ പ്രധാനമാണ്, വീട്ടിലെ ബറക്കത്ത്. ഒരിക്കൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾക്ക് ആദ്യം ഒരു വീടുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ പാർത്തി നന്ന്, ഒരുപാട് മക്കള് പേരക്കുട്ടികളുണ്ട്, ഒരുപാട് മുതലുണ്ട്. പിന്നെ ഞങ്ങൾ ആ പേര വിറ്റിട്ട് വേറൊരു സ്ഥലത്തേക്ക് താമസം മാറി. അപ്പം മക്കളും പേരക്കുട്ടികളും ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചുരുങ്ങാൻ തുടങ്ങി. നബിയേ, ഓരോരുത്തരായി മരിക്കാൻ തുടങ്ങി. ഞങ്ങളെ സമ്പത്തും കുറേ നഷ്ടപ്പെട്ടു തുടങ്ങി എന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ആ വീട് വിറ്റ് മറ്റെവിടേക്കെങ്കിലും താമസം മാറുക എന്ന് പറഞ്ഞു. ബറക്കത്തില്ലാത്ത വീട് താമസിക്കാൻ പറ്റില്ല. ഒരു വീട്ടിൽ ഒരു കൂട്ടർക്ക് ബർക്കത്തില്ല വെച്ചിട്ട് എല്ലാവർക്കും ബർക്കത്തില്ല എന്ന് വരില്ല. ആർക്കാണോ ബർക്കത്തില്ല എന്ന് തോന്നുന്നത് അവരവിടെ താമസിക്കാൻ പറ്റില്ല. മരിക്കാൻ എല്ലാവരും മരിക്കും, പക്ഷേ തുടരെ ഒരു വീട്ടിൽ മരണം നടക്കുക എന്നത് ബറക്കത്തില്ല എന്നതിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് ബറക്കത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യണം. ബറക്കത്ത് നഷ്ടപ്പെടുകയും ദാരിദ്ര്യം വരികയും ചെയ്യുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ച് നമ്മളെ ദർസിൽ കുട്ടികളൊക്കെ ഓതി പഠിക്കണ സലാഹുദ്ദീൻ എന്ന ബൈത്ത് കിതാബിൽ പറയുന്നുണ്ട്. ബറക്കത്ത് നഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങൾ. അടിച്ചുവാരിയത് കൂട്ടിവെക്കുക, ബറക്കത്ത് നഷ്ടപ്പെടും. രാത്രി കണ്ണാടിയിൽ നോക്കൽ ബറക്കത്തിനെ നഷ്ടപ്പെടുത്തും. വാപ്പാനിമ്മാനും ചീത്ത പറയൽ ബറക്കത്തിനെ നഷ്ടപ്പെടുത്തും. മാതാപിതാക്കളെ ഇൻസൾട്ട് ചെയ്യൽ ബറക്കത്തിനെ നഷ്ടപ്പെടുത്തും. മറ്റൊരാളുടെ മിസ്വാക്ക് കൊണ്ട് പല്ല് തേക്കൽ ബറക്കത്തിനെ നഷ്ടപ്പെടുത്തും. ഭാര്യൻ്റെതാണെങ്കിലും ശരി. ശരീരത്തിൽ വെച്ചുകൊണ്ട് വസ്ത്രം തുന്നൽ ബറക്കത്തിനെ നഷ്ടപ്പെടുത്തും, ദാരിദ്ര്യമുണ്ടാക്കും. പേന്, മൂട്ട പോലത്തെ വസ്തുക്കളെ കരിച്ചു കളയൽ ബറക്കത്തിനെ നഷ്ടപ്പെടുത്തും. ഭക്ഷണ സാധനങ്ങൾ കത്തിച്ചു കളയൽ ബറക്കത്തിനെ നഷ്ടപ്പെടുത്തും. അപ്പോൾ ബറക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ നല്ലോണം സൂക്ഷിക്കണം. ഫഖറിനെ നന്നായിട്ട് ഭയപ്പെടണം. ദാരിദ്ര്യം ഒരു മനുഷ്യനെ എല്ലാ നിലയിലും തകർത്തും. അഭിമാനം എന്ന് പറഞ്ഞ സാധനം അടുത്തുകൂടെ പോയിട്ടുണ്ടാവില്ല ഫക്കീറിൻ്റെ.
കഴിഞ്ഞ കൊല്ലത്ത് 25,000 വരാൻ കഴിഞ്ഞില്ല, പിന്നെ ഇക്കൊല്ലത്ത് 25,000 നേരത്തെ പോകുന്നത്, ഞങ്ങൾ കഴിഞ്ഞ കൊല്ലത്തും കൂട്ടിങ്ങാണ്ടിന് തന്നാളി എന്നൊക്കെ പറയാറ് ഫക്കീർ. പക്ഷെ മിസ്കീൻ പറയില്ല. അതുകൊണ്ട് ഫക്കർ വളരെയധികം ഭയപ്പെടണം. കാദൽ ഫഖ്റു അയ്യകൂന കുഫ്റ. ഫക്കറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മളെപ്പോഴും ദുആ ചെയ്യുകയും വേണം. ഫക്കർ ഒരു മനുഷ്യനുണ്ടാകാൻ പാടില്ല. ഓൻ തൊപ്പി ഊരും, ഓൻ തുണി മടക്കി കുത്തും, ഓൻ വേണമെങ്കിൽ ഔറത്ത് കാണിച്ചു കൊടുക്കും, ഓൻ വേണമെങ്കിൽ വ്യഭിചരിക്കും, ഓൻ കക്കും. ദാരിദ്ര്യമാണ് മനുഷ്യനെ ഏറ്റവും മോശമാക്കുന്ന കാര്യം. നല്ലോണം അധ്വാനിക്കണം, നല്ല വരുമാനം വേണം, ജീവിതമാർഗം എപ്പോഴും ഉണ്ടായിരിക്കണം. ജീവിതമാർഗത്തെ 3ആയി തരംതിരിക്കാം. ജീവിതമാർഗത്തെ, ഉപജീവന മാർഗത്തെ 3ആയി തരംതിരിക്കാം. ഒന്ന് കൃഷി, മറ്റൊന്ന് കച്ചവടം, മൂന്നാമത്തേത് കൈത്തൊഴിൽ. ഉപജീവന മാർഗം 3 ഒന്നാമത്തേത് കൃഷി. അമ്പിയാക്കൾ കുറേ ആൾക്കാരെ പരിശോധിച്ചാൽ കർഷകന്മാരാണ്. ഒരുപാട് അമ്പിയാക്കൾ കർഷകന്മാരായിരുന്നു. സക്കരിയ നബി അലൈഹിസ്സലാം കർഷകനാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം കർഷകനായിരുന്നു. അമ്പിയാക്കളിൽ പലരും കർഷകന്മാരാണ്. രണ്ടാമത്തേത് കച്ചവടം. ബഹുമാനപ്പെട്ട മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും കച്ചവടത്തിന് പോയിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഞാൻ പറഞ്ഞു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കച്ചവടം. മൂന്നാമത്തേത് കൈത്തൊഴിൽ, അധ്വാനം, കൈത്തൊഴിൽ. എന്തെങ്കിലും ഒരു തൊഴിൽ എല്ലാവർക്കും അറിയണം. വയത് തൊഴിലല്ല. ഞാൻ എവിടെയെങ്കിലുമൊക്കെ ക്ലാസ് എടുക്കാൻ ചെന്നാൽ ആൾക്കാർ ചോദിക്കും, നിങ്ങളെവിടെ ജോലി ചെയ്യണതെന്ന് ചോദിക്കും. എനിക്ക് ഈ പണി തന്നെ കഴിഞ്ഞിട്ട് ഒഴിവില്ല, എന്നാലും ചോദിക്കും എന്ത്, നിങ്ങളെവിടെ ജോലി ചെയ്യണത്. അപ്പോൾ ഞാൻ പറയും കൊളമംഗലം പള്ളിയിൽ ഖത്തീബാണ്. അപ്പോൾ ചോദിക്കും അതിന് നിങ്ങൾക്ക് എവിടെ ഒഴിവുണ്ടായാലും. എന്നാലും അത് പറയോളം ചോദിക്കൂല നിങ്ങൾക്ക് എവിടെ ഒഴിവെന്ന്. കൊളമംഗലം പള്ളിയിൽ ഖത്തീബാണ്. പോലീസുകാർ കയ്യാട്ടിയെന്ന് വിചാരിച്ചോളി വണ്ടിക്ക്. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പോലീസുകാരൻ തടുത്ത് രാത്രി, എന്താടാ എൻ്റെ പേരിന്നതാ, എന്താ എനിക്ക് പണി? ഒരു പണിയില്ല. എന്നാൽ കേരള വണ്ടിയിൽ അറിയും, ഒരു പണിയില്ലേ? ഒരു പണിയില്ലാത്തവനൊന്നിനും പറ്റൂല. അതന്നെ സംഗതി. അപ്പോൾ ഒരു തൊഴിൽ നമുക്ക് അറിയണം. ചെയ്യണോ ചെയ്യാതിരിക്കണോ വേറെ കാര്യമാണ്. എന്തെങ്കിലും ഒരു പണി അറിയണം. എനിക്ക് ഡ്രൈവിങ് അറിയാം, ഒരു പണി എന്തെങ്കിലും എല്ലാവർക്കും അറിയണം. ടൈലറിങ് പറ്റും. നൂൽ നൂറ്റതും മുനഹവ്വയാണ് ആദ്യമായി, അതുകൊണ്ടു വസ്ത്രം നെയ്തതും നബി ആദമായി. ആദം നബി അലൈഹി സ്വലാം ടൈലറായിരുന്നു. അങ്ങനെ എന്തെങ്കിലും അറിയണം, അല്ലെങ്കിൽ ആശാരിപ്പണി അറിയണം. തടി പണിയുവാൻ നബി നൂഹ് നല്ല സമർത്ഥന, തേക്കിന്റെ തടിയിൽ കപ്പൽ തീർത്ത പ്രസിദ്ധന. ബഹുമാനപ്പെട്ട സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം. കൽപ്പണിയിലെന്തു സമർത്ഥന സക്കരിയ, നമുക്കെന്തു മടിയാ തൊഴിലു ചെയ്യാൻ വയ്യ. അങ്ങനെ തന്നെ ദാവൂദ് നബി രാജ്യം ഭരിച്ചവരല്ലേ, പടയങ്കി നെയ്തവർ ജീവിതം കഴിഞ്ഞില്ലേ. ഇരുമ്പ് പണി, പടയങ്കി ഉണ്ടാക്കുക പറഞ്ഞാൽ ഇരുമ്പ് കൊണ്ട് നൂലുണ്ടാക്കിയിട്ടാണ് പടയങ്കി നെയ്യ. കൊല്ലപ്പണിയായിരുന്നു സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാം. ലോകം ഭരിച്ചവരാ സുലൈമാനുൻ നബി, അവർ വട്ടി നെയ്ത ജീവിതം യാ സാഹിബി. വട്ടി സമം കൊട്ട, കൊട്ടയുണ്ടാക്കിയിട്ടായിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാം ജീവിച്ചിരുന്നത്.